Welcome, church, to evening prayer. Let's praise God for some time because He's worthy of all praise. Come on, let's clap our hands and praise Him. The greatest day in history. The greatest day in history. Death is beaten, You have rescued me. Sing it out, Jesus is alive. The empty cross and empty grave. Life eternal, You have won the grave. Shout it out, Jesus is alive. 'Cause He's alive, He's alive. And oh, happy day, You wash my sin away. No, happy day, I'll never be the same. Oh, happy day, You wash my sin away. No, happy day, I'll never be the same. Whoa, whoa. Forever I am changed. When I stand in that place, free at last, leading place to faith. I am Yours, Jesus, You are mine. Endless joy, perfect peace. Ugly pain, finally we'll see. Celebrate, Jesus is alive. He's alive, He's alive. And oh, happy day, You wash my sin away. No, happy day, I'll never be the same. Oh, happy day, You wash my sin away. No, happy day, I'll never be the same. Whoa, whoa. Forever I am changed. Oh, and oh, what a glorious day, what a glorious day. For You have set me, and oh, what a glorious day, what a glorious day. Jesus. And oh, happy day, You wash my sin away. No, happy day, I'll never be the same. No, happy day, You wash my sin away. No, happy day, I'll never be the same. Whoa, whoa. Forever I am changed. Hallelujah. Hallelujah. Amen. Jesus. Thank you, Father. ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനെ നന്ദി പറയുന്നു കർത്താവേ. ദൈവമേ, അങ്ങ് തന്ന എല്ലാ നന്മകൾക്കുമായി കർത്താവേ ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ. Hallelujah, Jesus. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു.
തന്നേനായി കർത്താവേ ദൈവമേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ദൈവമേ ഈ നല്ല ഭാഗ്യം തന്നേനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ദൈവമേ ഈ രക്ഷ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയതിനെ ദൈവമേ നന്ദി പറയുന്നു. കർത്താവേ ദൈവമേ അങ്ങയുടെ കരുതലിനായി നന്ദി പറയുന്നു. കർത്താവേ ദൈവമേ ഹല്ലേലൂയ ദൈവമേ തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കണേ സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. Thank you, Lord. Thank you, Jesus. Rabana shanta ragada ragadeni rokono shente kileni khana. Thank you, Lord. Thank you, Lord. എല്ലാവർക്കും ദൈവത്തിൻ്റെ സ്നേഹനാമത്തിൽ നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ഈവനിങ് പ്രയറിൻ്റെ പേരിൽ നമുക്ക് കൂടാൻ പറ്റുന്നൊരു അവസരം ദൈവം വീണ്ടും നമുക്ക് ജീവിതത്തിൽ തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഇന്ന് കുറച്ച് നേരം ദൈവശബ്ദം കേൾക്കാം, ദൈവത്തിൽ നിന്ന് ദൈവവചനങ്ങൾ ധ്യാനിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൂടെയാണ് ദൈവമുള്ളത്, നിങ്ങളുടെ കൂടെ ദൈവം വസിക്കുന്നു. നിങ്ങൾ ധൈര്യമായിരിക്കുക. എന്ത് പ്രതികൂലം വന്നാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ച പോലെ ദൈവം നമുക്ക് തന്നേക്കുന്ന സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷ ദൈവത്തിൻ്റെ ഐഡിയ ആയിരുന്നു, നമ്മുടെ ഐഡിയ അല്ല രക്ഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗോസ്പൽ നമ്മുടെ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമല്ല, ദൈവത്തിൻ്റെ കാര്യമായിരുന്നു. അപ്പം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുക. എബ്രായറിൽ പറയുന്ന പോലെ നമ്മുടെ ഓത്തറും ഫിനിഷറും ജീസസ് ക്രൈസ്റ്റാണ്. അപ്പോൾ ആ യേശുവിലേക്ക് നമ്മൾ നമ്മുടെ കണ്ണുകളെ ഉയർത്താം, യേശുവിലേക്ക് നോക്കാം, നമ്മുടെ ഓട്ടം തികയ്ക്കാം. പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ഓട്ടം തികച്ചു, നല്ല ഓട്ടം തികച്ചു എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്ന് ഞാനൊരു വചനം ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത് 1 കൊരിന്ത്യൻസിൽ 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ അറിയുന്ന എന്താണ്, നിങ്ങളുടെ ശരീരം ദൈവാലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അത് all of you surely know that you are God's temple and His Spirit lives in you. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പരിശുദ്ധാത്മാവിൽ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ ഈ ശരീരം, നമുക്കുള്ള ഈ ശരീരം ഭയങ്കര പ്രഷ്യസ് ആണ്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ യെരുശലേം എന്ന നഗരത്തിൽ ഒരു ആലയമുണ്ട്. ആ ആലയത്തിൽ ദൈവം വസിക്കുന്നത്. എനിക്ക് വേണ്ടി, ഞാൻ വസിക്കാൻ വേണ്ടി എനിക്കൊരു ആലയം പണിയുക എന്നാണ് ദൈവം പറഞ്ഞത്. ആ ആലയത്തിലായിരുന്നു വസിച്ചിരുന്നത്. പക്ഷെ യേശു നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ യേശു നമുക്ക് ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ആ ആലയത്തിന് പകരം നമ്മുടെ ആലയമാണ് ഇപ്പോൾ ദൈവം വസിക്കുന്നത്. വേറെ ഒരിടത്തും ദൈവം വസിക്കുന്നില്ല. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിനെയും ഈ എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവം നമ്മുടെ ഈ ശരീരത്തിൽ വസിക്കും എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം പ്രഷ്യസ് ആയിട്ടുള്ളൊരു അനുഭവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കും എന്ന് പറയുന്നത് നിങ്ങൾ നിസ്സാരമായിട്ട് കാണല്, അതിന് ഭയങ്കര വിലയാണ്. കാരണം അത് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് അധികമായി ദൈവം നിങ്ങളോട് സംസാരിക്കും. കാരണം ഇത്രയും നിറഞ്ഞ് നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ സമൃദ്ധി കൊണ്ടൊന്നുമല്ല ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. എന്താണ്? നമ്മുടെ ഉള്ളിൽ വസിക്കുക എന്ന് പറഞ്ഞു, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുക എന്ന് പറയുന്നത്. അപ്പം ആ ദൈവത്തെ നിങ്ങൾ ഒരിക്കലും മറക്കല്ല. ഇത്രയും വലിയ എന്ന് പറയുന്നത് ഈ എല്ലാം ക്രിയേറ്റ് ചെയ്ത, എല്ലാം സൃഷ്ടിച്ച ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രിവിലേജാണ്. അത് ദൈവം ദാനമായി നിങ്ങൾക്ക് തന്നതാണ്. അപ്പം ആ രക്ഷയെ നിങ്ങൾ ഓർക്കുക. ആ രക്ഷയ്ക്ക് എന്താണ് ദൈവത്തിനോട് പറ്റിച്ചേർന്ന് ജീവിക്കാം. നമ്മളിന്ന് നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് ദൈവം ഒരു ആലയം പണിയാൻ പറഞ്ഞായിരുന്നു. അതിനു മുമ്പ് സമാഗമന കൂടാരം പണിയാൻ പറഞ്ഞു. അപ്പം അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഇങ്ങനെ 3
ലെവലിലായിരുന്നു അതിൻ്റെ ഔട്ടർ കോട്ട്, ഹോളി പ്ലേസ്, മോസ്റ്റ് ഹോളി പ്ലേസ്. ഇങ്ങനെ 3 ലെവലിലായിരുന്നു അവരുടെ ആ സ്ട്രക്ചർ ഉണ്ടായിരുന്നത്. ടാബർനാക്കിളിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൻ്റെ സ്ട്രക്ചർ അങ്ങനെ ആയിരുന്നു. അപ്പം അതിൽ അതിവിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ, അതും ഹോളി മോസ്റ്റ് ഹൈ പ്രീസ്റ്റിന് മാത്രം അവിടെ കയറി ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു അത്രയും വർഷത്തിൽ 1 പ്രാവശ്യം മാത്രം എന്താ പറയുന്നത്, ദൈവമായിട്ടുള്ളൊരു എൻകൗണ്ടർ ഉള്ള ഒരു സാഹചര്യം, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്തു നമുക്ക് യാഗമായി തീർന്ന് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നോട്ടുണ്ട്, നമുക്ക് ഏത് നിമിഷവും ആ എൻകൗണ്ടർ നമുക്ക് ലൈഫിൽ ഉണ്ടാകാം. ഏത് നിമിഷവും നമുക്ക് ആ എൻകൗണ്ടറും ആ പ്രസൻസിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അത് ഭയങ്കര ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു വാല്യൂ ആണ്. അതിന് ഭയങ്കര പ്രഷ്യസ് ആണ്. നമുക്കിപ്പോൾ അത് നമ്മൾ ഭയങ്കര നിസ്സാരമായിട്ട് കാണുന്നത്. കാരണം അന്ന് വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ, അതും ഒരു വ്യക്തിക്ക് ആ ഹോളി പ്ലേസിൽ, മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് കയറി ചെല്ലാൻ പറ്റുള്ളൂ, ദൈവ സാന്നിധ്യം നിറഞ്ഞ സ്ഥലം. പക്ഷെ ഇന്ന് നമുക്ക് ഏത് സമയത്തും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. പക്ഷെ ആ കാലഘട്ടത്തിലും എവിടെയും ദൈവ സാന്നിധ്യം അനുഭവിച്ച ചിലവരുണ്ടായിരുന്നു. മോശ, ജോഷുവ, ദാവീദ്. അവർ ശരിക്കും ദൈവത്തെ മനസ്സിലാക്കി, ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചവരാണ്. ഈ പ്രാകാരവും ഹോളി പ്ലേസും മോസ്റ്റ് ഹോളി പ്ലേസും ഉള്ളപ്പോഴും തന്നെ ദാവീദ് പെട്ടകം കൊണ്ടുവന്ന് ആരാധിച്ച് ഒരു ടെന്റിലായിരുന്നു. ദൈവത്തെ ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ്, ദൈവം എന്താണ് ശരിക്കും ആഗ്രഹിച്ചിരുന്നെന്ന് ആഗ്രഹിച്ചിരുന്ന ദാവീദിനെ അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ദൈവത്തിന് ശരിക്കും എന്താ പറയുന്നത്, ജനങ്ങളുമായിട്ട് ചേർന്ന് വസിക്കണമെന്ന് ആഗ്രഹം. അതാണ് നമുക്ക് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചത്. നമ്മുടെ ഉള്ളിൽ വസിക്കുക, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുക എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ ഒരിക്കലും മറക്കല്ല. അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മുടെ മിക്കപ്പോഴും നമ്മളും ദൈവമായിട്ടുള്ള ഒരു റിലേഷനും. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചർച്ചുകളിൽ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സഭകളിൽ കാണുമ്പോൾ, ഞാൻ ആരും കുറ്റപ്പെടുത്തൊന്നുമല്ല, പക്ഷെ അതൊരു ജേർണിയാണ്. അവിടെ നമ്മളത് ഗ്രോ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചിലർ ബിലീവേഴ്സാണ്, ഒരു ബിലീവിങ് എന്താണ്, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി വന്നു, ഇല്ലെങ്കിൽ ബിലീവേഴ്സായിട്ട് നിൽക്കുന്നു. അടുത്തൊരു ലെവലിലേക്ക് പോകുമ്പോൾ റിലേഷൻഷിപ്പ് അതെന്ന് വെച്ചാൽ ദൈവമായിട്ടൊരു ബന്ധമുണ്ട്, ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. അതിൻ്റെ നെക്സ്റ്റ് ലെവലിലുണ്ട് യൂണിയൻ വിത്ത് ഗോഡ്, അല്ലെങ്കിൽ ദൈവമായിട്ട് കൂടിച്ചേർന്ന ഒരവസ്ഥ. ഈ അത്രയും നമ്മൾ നിങ്ങളിപ്പോൾ എവിടെ ആണെന്ന് എനിക്കറിയില്ല, നിങ്ങളുമായിട്ടുള്ള ദൈവമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കറിയാം, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ അവിടെ നിന്ന് നിൽക്കില്ല, നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യണം. അത് ഭയങ്കര മിസ്റ്ററിയാണ് ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഞാനിപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ടോട്ടൽ ഒരു കാര്യമാണ് പറയുന്നത്. ഒരു ഭയങ്കര മിസ്റ്ററിയാണത്. നമ്മളൊരിക്കലും ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ സാധിച്ചെടുത്തൊരു കാര്യമല്ല. നമ്മുടെ കഴിവ് കൊണ്ട് ചെയ്തെടുത്തൊരു പ്രവൃത്തിയും കൊണ്ട് ചെയ്തെടുത്തതല്ല ഇത് ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അത് ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. അപ്പം നിങ്ങളിപ്പം ചിലപ്പം ബിലീവേഴ്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ദൈവമായിട്ടൊരു നല്ലൊരു ബന്ധമുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവമായിട്ട് യൂണിയനിലായിരിക്കും, കൂടിച്ചേർന്ന അവസ്ഥ. ഹാനോക്കിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബൈബിളിൽ കാണുമ്പോൾ, ഹാനോക്ക് ദൈവമായിട്ട് കൂടെ നടന്നു, ദൈവം എടുത്തുകൊണ്ട് പോയി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫിലും സംഭവിക്കാം, അല്ലേ? നമ്മൾ എല്ലാ തരങ്ങളിലുള്ള വ്യക്തികളെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ഈ
പ്രാകാരവും ഹോളി പ്ലേസും മോസ്റ്റ് ഹോളി പ്ലേസും ഇതെല്ലാം സ്ട്രക്ചർ ഉള്ളപ്പം ഇസ്രായേൽ ജനം ദൈവത്തെ വന്ന് ആ വർഷത്തിൽ ഒരു പ്രാവശ്യം കാണുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് ഉള്ളപ്പം ദൈവത്തിനോട് കൂടെ നിൽക്കുന്നു. ഇതുള്ളപ്പം തന്നെ ദൈവമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ ജീവിച്ച ചില വ്യക്തികളുണ്ട്. മോശയുണ്ട്, ജോഷയുണ്ട്, ദാവീദ്, അങ്ങനെ അനേക വ്യക്തികൾ, ശമൂവേൽ, അനേക വ്യക്തികൾ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. അതിനേക്കാളും ഡീപ്പറായിട്ട് റിലേഷൻഷിപ്പിലും ജീവിച്ച വ്യക്തികളുമുണ്ട്. നമ്മൾ പ്രവാചകന്മാരെ കാണുമ്പോഴും ഇത് ചുറ്റുപാടും പല ആൾക്കാരുള്ളപ്പോഴും നമുക്ക് നല്ല ദൈവമായിട്ടുള്ള ബന്ധത്തിന്, ആഴമായ ബന്ധത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ നോക്കേണ്ട ക്രിസ്തുവിനെയാണ്, നമ്മൾ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരല്ല. നമ്മുടെ പേരൻസ്, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റേഴ്സ്, നമ്മുടെ ലീഡേഴ്സ്, ഇവരെല്ലാം ഉള്ളപ്പോഴും അവർ നമ്മളെ നയിക്കുന്നവരാണ്. നമ്മളത് ബഹുമാനത്തോടെ വേണം, അവർ റെസ്പെക്റ്റോടെ വേണം അവരെ കാണാൻ. പക്ഷെ ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മൾ നോക്കേണ്ട ആരെയാണ്? ക്രിസ്തുവിനെയാണ് നോക്കേണ്ടത്. കാരണം ക്രിസ്തുവിനെ നോക്കുന്നവർ ഒരിക്കലും തളർന്നു പോവില്ല, അവരൊരിക്കലും പട്ടുപോവില്ല. നിങ്ങൾ ഈ ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും ഏകനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറയാണ്. ഇത് പ്രോമിസാണ്, ദൈവത്തിൻ്റെ പ്രോമിസാണ്. ഈ ഭൂമിയും ഇതെല്ലാം സൃഷ്ടിച്ച ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒരിക്കലും മറക്കല്ല. ഇത് നമ്മുടെ ജീവിതത്തിനെ എടുത്തു മാറ്റാനാണ് പിശാച് വരുന്നത്. ഈ ബോധ്യത്തെ എടുത്ത് മാറ്റാൻ വേണ്ടിയാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. യേശുവും ശിഷ്യന്മാരും കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ, ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ, അവിടെ കൊടുങ്കാറ്റ് അടിച്ചപ്പോഴും യേശു സമാധാനമായിട്ട് ഉറങ്ങി. കാരണം എന്താണ്? യേശുവിന് പിതാവിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരണം. ആ ഒരു ദൈവം ഞാൻ ഒരിക്കലും നശിക്കത്തില്ല എന്നൊരു വിശ്വാസം, ദൈവം എനിക്ക് വേണ്ടി കരുതും എന്നൊരു വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ദൈവം എനിക്ക് വേണ്ടി കരുതും, ദൈവം എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും എന്നൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ദൈവമാണ് നിങ്ങളെ നയിക്കുന്നത്. Look unto the Jesus who is the author and finisher of your race. ഈ രക്ഷ എന്ന് പറയുന്ന ഒരു സാൽവേഷൻ ദൈവത്തിൻ്റെ ആയിരുന്നു, ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്, ദൈവത്തിൻ്റെ ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക, പൂർണ്ണമായി ആശ്രയിക്കുക. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ആരെങ്കിലും ഏകനാണെന്ന് തോന്നുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. പത്മോസിൽ യോഹന്നാൻ്റെ കൂടെ ഇരുന്ന ദൈവം, നിങ്ങൾക്കറിയാമോ, പത്മോസിൽ ഏകനായിരുന്നു. ആ ഐലൻഡിൽ, ആ ദ്വീപിൽ ഏകനായിരുന്ന വ്യക്തിയായിരുന്നു യോഹന്നാൻ. പക്ഷെ ആ ഏകനായിരിക്കുമ്പോഴാണ് ദൈവം ഏറ്റവും വലിയ വെളിപ്പാടുകൾ യോഹന്നാന് കൊടുത്തത്, റെവലേഷൻസ് കൊടുത്തത്. നമുക്കത് വായിക്കാൻ പറ്റും, യേശുവിനെ കാണുന്നത്. അപ്പം നിങ്ങൾ ഏകനായിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഏറ്റവും വലിയ വെളിപ്പാട് ദൈവം നിങ്ങൾക്ക് തരും. ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെന്ന് നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റും. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്സ്, ഒരു ബിലീവറായിട്ട് ഇരിക്കാൻ പറ്റും, ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിലായിരിക്കും. ബിലീവർ എന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അല്ലേ? ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നല്ലതാ. പക്ഷെ നമ്മൾ അവിടെ അടുത്തൊരു ലെവലുണ്ട്, ബന്ധം, ദൈവമായിട്ടുള്ളൊരു ബന്ധം, റിലേഷൻഷിപ്പിലേക്ക് വരാം. അവിടെ നിന്നും അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. യൂണിയൻ,
ഒരു ഹസ്ബൻഡും വൈഫും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റിലേഷൻഷിപ്പിൽ അവർ എന്ന് പറയുന്നത് ഇതെൻ്റെ ഹസ്ബൻഡാണ് അല്ലെങ്കിൽ ഇതെൻ്റെ വൈഫാണെന്ന് പറയും. അവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം നമ്മളൊരു ബിലീവർ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും എൻ്റെ ദൈവമാണെന്ന് പറയാം അല്ലേ? റിലേഷൻഷിപ്പ് ഉണ്ട് അവിടെ, റിലേഷൻഷിപ്പ് ബന്ധമുണ്ട് അവിടെ. ഒരു മാരേജ് കഴിയുമ്പം ഹസ്ബൻഡും വൈഫും പറയുന്ന പോലെ എന്താണ് അവിടെ റിലേഷൻഷിപ്പ് ഉണ്ട് അവർ തമ്മിലൊരു. പക്ഷേ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും അവിടെ എത്രമാത്രം അത് ഡീപ്പാണ് നമുക്ക് അവർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൻ്റെ ഡീപ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് യൂണിയൻ. അടുത്ത ലെവലാണ് യൂണിയനിലേക്ക്, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള കൂടിച്ചേരുന്നത്. എന്താണ് നമുക്കൊരു വാക്യം വായിക്കാം. എഫേഷ്യൻസ് 5 5-ാമത്തെ അധ്യായം അതിൻ്റെ 31-32 വാക്യം. അതു നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ആമേൻ. As the scriptures say, a man leaves his father and mother to get married, and he becomes like one person with his wife. This is a great mystery, but I understand it to mean Christ and his church. ഒരു ദേഹം, ഒരു ശരീരമായി മാറും അല്ലേ? He becomes like one person with his wife. അതാണ് യൂണിയൻ. പൗലോസ് ഇവിടെ പറയുന്നതാണ് എന്താണ്, ഒരു മനുഷ്യൻ അപ്പനും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നത് പോലെ, ഒരു ശരീരം വന്നപോലെ. അവിടെ എന്നിട്ട് ദിസ് ഈസ് എ ഗ്രേറ്റ് മിസ്റ്ററി. ഇതൊരു വലിയ മർമ്മമാണ്. ഇത് ഞാൻ എന്തിനെ കുറിച്ച് പറയുന്നു? ക്രിസ്തുവും സഭയും കുറിച്ച് പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സഭയാണ്, ക്രിസ്തുവിൻ്റെ സഭയാണ് നിങ്ങൾ ഓരോരുത്തരും അല്ലേ? നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സഭയാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഒരു ഗ്രേറ്റ് മിസ്റ്ററിയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഗ്രേറ്റ് മർമ്മമാണ്. അത് തമ്മിലുള്ള ഒരു കൂടിച്ചേരുന്നത്, പറ്റിച്ചേരുന്നത്. അതാണ് യൂണിയൻ, ദൈവമായിട്ടുള്ള യൂണിയൻ. നമ്മൾ ക്രിസ്തുവുമായിട്ട് പറ്റിച്ചേരണം. ഒരു ഹസ്ബൻഡും വൈഫും എങ്ങനെ ഒരു ശരീരമാകുന്നോ അതുപോലെ ആയിരിക്കണം ക്രിസ്തുവും നിങ്ങളും. നിങ്ങളെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണണം. ആമേൻ. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇപ്പം ബിലീവർ ആവാം, ദൈവമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം ഉണ്ടാകാം, ഇത് ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്താണ്? ദൈവമായിട്ട് പറ്റിച്ചേരണം, ക്രിസ്തുവായിട്ട് പറ്റിച്ചേരണം. അവർ എന്താണ്, ഒരു പുരുഷനും സ്ത്രീയും ഒന്നായി ചേരുന്ന പോലെ, മാരേജിൽ കല്യാണത്തിൽ അവർ ഒന്നായി ചേരുന്ന പോലെ നിങ്ങളും ക്രിസ്തുവിനോട് ഒന്നായി ചേരണം, ഒന്നാകണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമുക്ക് ഏതെങ്കിലും തോട്ടത്തിൽ മുതലേ കാണാൻ പറ്റും ദൈവത്തിൻ്റെ ആഗ്രഹം അതായിരുന്നു. റിലേഷൻ, ദൈവമായിട്ടുള്ള ആദാമോ ഹവ്വയും തമ്മിൽ അവർ കൂടെ വസിക്കുക. അതിന് പ്രിവിലേജ് നമുക്ക് തന്നത് ക്രിസ്തുവാണ്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയായിരുന്നു. പക്ഷെ അതിന് പ്രിവിലേജ് ദൈവം തിരിച്ചു തന്നത് നമുക്ക് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനോട് നമുക്ക് പറ്റിച്ചേരാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, ഇസ്രായേലിന് വർഷത്തിൽ ഒരു പ്രാവശ്യം എൻകൗണ്ടർ ഉണ്ടായിരുന്നത്, ഒരു പ്രാവശ്യം ദൈവ സാന്നിധ്യം, ഗ്ലോറി കാണാൻ പറ്റുന്നത്. നമുക്ക് എല്ലാ ദിവസവും എല്ലാ നിമിഷവും ദൈവത്തിൻ്റെ നമുക്ക് ഗ്ലോറിയിൽ ജീവിക്കാൻ പറ്റും. ആ പ്രസൻസിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾ ക്രിസ്തുവിനെ നോക്കുക, ക്രിസ്തുവിനെ മാത്രം നോക്കുക. Look unto Jesus, who is your author and finisher of your faith. നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആവും. കാരണം പ്രിൻസിപ്പിൾസ് ഉണ്ട്. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഹാർഡ് വർക്ക് ചെയ്ത് നല്ല പൊസിഷൻ എത്തിയ ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ പഠിക്കുകയും നല്ല രീതിയിൽ ഹാർഡ് വർക്കും നല്ല മാനേജ്മെൻറ്റ് സ്കിൽസും ഉള്ളവർ എത്രയോ പേര് നല്ല സക്സസ്ഫുൾ ആയുള്ള ആൾക്കാരുണ്ട്. നമുക്കറിയാം, നമ്മൾ പുറം ലോകം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക്
ഇഷ്ടം പോലെ സക്സസ്ഫുൾ, നമ്മളെക്കാളും ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ആൾക്കാർ കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അതൊക്കെ നമുക്ക് ദൈവം അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലുത്. നമുക്ക് ഒളിമ്പിക്സിൽ ഗോൾഡ് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലതാണ്. ദൈവത്തിൻ്റെ ഗ്ലോറിയാണ്. ദൈവത്തിൻ്റെ വി ആർ ഡൂയിങ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ദൈവം നിങ്ങൾക്ക് അങ്ങനെ കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കണം. അത് നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ച് കളയല്ല. പക്ഷെ ഇതൊക്കെ സക്സസ് ആണെങ്കിൽ പോലും, ലോകത്തിൻ്റെ കണ്ണിൽ ഇതൊക്കെ സക്സസ് ആണ്. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ഒരു യൂണിയനാണ്. അടുത്ത് കൂടിച്ചേരുന്നതാണ് ഏറ്റവും വലിയ സക്സസ്. ഇനി നിങ്ങൾക്ക് ഒരു ബില്യണർ ആവണം, കോടികൾ ഉണ്ടാക്കണം, അല്ലെ ബില്യണർ ആവണം. ദൈവം പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമുക്ക് ഒരു വേഴ്സ് ഉണ്ട്, ഗോഡ് ഗീവ്സ് ദ വിസ്ഡം ടു മേക്ക് വെൽത്ത്. സമ്പാദിക്കാൻ ബുദ്ധി തരുന്നത് ദൈവമാണ്. അങ്ങനെ നിങ്ങൾക്ക് ദൈവം കഴിവ് തരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം. പക്ഷെ അന്നേരം നിങ്ങളുടെ ദൈവം പണമായിരിക്കില്ല, നിങ്ങളുടെ ദൈവം നമ്മുടെ ദൈവമായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ബില്യണർ ആവണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അങ്ങനെ ആവണം. പക്ഷേ ആ സമയത്തും നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് ബില്യണർ ആവുന്നതല്ല, ദൈവമായിട്ടുള്ള ഒരു കൂടിച്ചേർന്ന്, ദൈവമായിട്ടുള്ള ഒരു യൂണിയനാണ്. ഒരു ഹസ്ബൻഡും വൈഫും എങ്ങനെ ഒന്നായി തീരുന്നു അതുപോലെ വേണം നിങ്ങളും ക്രിസ്തുവും ഒന്നാവേണ്ടത്, അല്ലേ? ക്രിസ്തു സഭയുടെ തലയാണ്, ഹെഡ് ഓഫ് ദ ചർച്ച്. അപ്പോൾ അതൊരു ശരീരമാണ്. അങ്ങനെ വേണം നമ്മളായിരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു അതൊരു മിസ്റ്ററിയാണ്. എങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ ആകുന്നു, അത് നമുക്കറിയില്ല. പക്ഷെ അതൊരു ഗ്രേറ്റ് മിസ്റ്ററിയാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ ഒത്തിരി ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലേ? എനിക്ക് നേരത്തെ മുതൽ ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ ചേർച്ചസിലൊക്കെ ഒത്തിരി ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ആരും അങ്ങനെ എന്താ പറയുന്നത്, ഭയങ്കര ഹൈ ലെവലിൽ എത്തുന്ന ആരും കണ്ടിട്ടില്ല. ചിലവരുണ്ട്, പക്ഷേ കുറച്ച് പേര്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമ്മുടെ ടാലൻ്റായിട്ട് ഒത്തിരി വ്യക്തികളുണ്ട്, എല്ലാം ഇൻഡസ്ട്രീസിലുണ്ട്. നമുക്ക് മ്യൂസിക് ആണെങ്കിലും, പഠിത്തത്തിലാണെങ്കിലും, നമ്മൾ സ്പോർട്സിലാണെങ്കിലും, നമുക്ക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, മാനേജ്മെൻറ്റ് സ്കിൽസ് ഉള്ളവരാണെങ്കിലും, എല്ലാത്തിലും ഭയങ്കര ടാലൻ്റായിട്ടുള്ള വ്യക്തികളുണ്ട്. മെഡിസിൻ ആണെങ്കിലും, ഏത് ഫീൽഡാണെങ്കിലും. പക്ഷെ അവർ ടോപ്പ് ലെവൽ എത്തുന്നത് കാണുന്നില്ല. പക്ഷെ ഇന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള ടാലൻ്റായിട്ടുള്ള വ്യക്തികൾ അവർക്ക് അങ്ങനെ വേൾഡിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ ലെവലിൽ എത്തുവാൻ ദൈവം അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് ആ ലെവലിൽ എത്തുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ആ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ദൈവസുഖസ്നായ പിതാവേ, കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ കർത്താവെ നല്ല താലന്തുകളുള്ള കർത്താവെ, വലിയ കഴിവുകളുള്ള ഒരുപാട് പേർ ഞങ്ങളുടെ ഇടയിലുണ്ട് കർത്താവ്. എങ്കിലും കർത്താവെ, അവർ കർത്താവെ ഉയരങ്ങളിലേക്ക് അവർ പോകാതിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി, ഞങ്ങളുടെ കർത്താവെ കഴിവുള്ളവർക്കായി, ആർട്ടിസ്റ്റുകൾക്കായി, ഞങ്ങളുടെ കർത്താവെ ഇൻഡസ്ട്രിയിൽ കർത്താവ് വർക്ക് ചെയ്യാൻ കഴിവുള്ളവർക്കായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേവലം തൊഴിൽ ചെയ്തിരിക്കാൻ മാത്രമല്ല കർത്താവെ, അതിന് മുകളിലേക്ക് കർത്താവ് വിശ്വാസത്തിൽ മുകളിലേക്ക് പോകുവാൻ കർത്താവ് അനേകരെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നല്ല ബിസിനസ് ചെയ്യുന്നവർ ഉണ്ടാകട്ടെ കർത്താവെ, നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടാവട്ടെ കർത്താവെ, ഈ കർത്താവെ തലമുറയിൽ കർത്താവെ മൂല്യങ്ങളുള്ള, നന്മയുള്ള, നല്ല കർത്താവെ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ എഴുന്നേൽക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവജനത്തെ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ക്രിസ്തുവിലുള്ള എല്ലാ വാഗ്ദത്തങ്ങളുടെയും പൂർത്തീകരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങൾ എന്നെ കേൾക്കുന്ന പേരൻസ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഒരു സ്പെഷ്യൽ ടാലൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എൻകറേജ് ചെയ്യണം.
നമ്മുടെ മുമ്പിൽ എൻജിനീയേഴ്സും ഡോക്ടേഴ്സും മാത്രമല്ല, നമുക്ക് വലിയൊരു വാസ്റ്റ് ഒത്തിരി ഫീൽഡുകളുണ്ട്. നമ്മളൊരിക്കലും അവർക്ക് ദൈവം കൊടുക്കുന്ന ടാലൻറ്റ് നമ്മൾ ഒരിക്കലും അടിച്ചമർത്താൻ നിങ്ങൾ ശ്രമിക്കില്ല, സപ്രസ് ചെയ്യില്ല. പക്ഷെ അതിനെ എൻകറേജ് ചെയ്യുക, അതിന് കറക്റ്റ് ഡയറക്ഷനിലേക്ക് കറക്റ്റ് ഗൈഡൻസ് കൊടുക്കുക. ദൈവം അവരെ ബ്ലസ് ചെയ്യും. കാരണം എല്ലാവരും എൻജിനീയേഴ്സും എല്ലാവരും ഡോക്ടേഴ്സിനും ആവാൻ വേണ്ടിയിട്ടല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ IAS ഓഫീസേഴ്സ് ആവാം, എല്ലാം ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ അതിനുവേണ്ടി നമ്മളെ തന്നെ റെഡി ആക്കണം. നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഉള്ളപ്പോഴും നിങ്ങൾ പഠിപ്പിക്കേണ്ട ഒരു മെയിൻ കാര്യം, അവർ അച്ചീവ് ചെയ്യുമ്പോഴും സക്സസ് ആകുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ ദൈവമായിട്ടുള്ളൊരു യൂണിയനിലായിരിക്കണം, ദൈവമായിട്ട് പറ്റിച്ചേരുന്ന ആൾക്കാരായിരിക്കണം. എപ്പോഴും ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, ഏത് സമയത്ത് നമുക്ക് ദൈവമായിട്ട് ബന്ധത്തിലായിരിക്കാൻ, ദൈവത്തിൻ്റെ പ്രസൻസിൽ ജീവിക്കാൻ നമുക്ക് എപ്പോഴും പറ്റും. അത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. ക്രിസ്തു ജനിച്ച് തന്നെ, അല്ലെങ്കിൽ യേശു ക്രിസ്തു ജനിച്ചപ്പോഴേ തന്നെ പറഞ്ഞു, ഇമ്മാനുവൽ, ഗോഡ് ഈസ് വിത്ത് അസ്. അതാണ് ദൈവത്തിൻ്റെ പ്രോമിസ് ആയിരുന്നു. അപ്പം അത് നിങ്ങൾ ആ പഴയ നിയമത്തിൽ അതൊന്ന് വായിച്ച് നിങ്ങൾ അതിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഡീപ്പർ. പക്ഷെ ദാവീദ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ജീവിച്ച വ്യക്തിയാണ്. ദാവീദ് പറഞ്ഞു, ഞാൻ മേളിൽ കയറി ചെന്നാലും അവിടെ സാന്നിധ്യം, അങ്ങയുടെ സാന്നിധ്യമുണ്ട്. ഞാൻ ഇനി ആഴങ്ങളിൽ അവിടെ പോയാലും അവിടെ അങ്ങയുടെ സാന്നിധ്യമുണ്ട്. അപ്പം നിങ്ങളിത് മനസ്സിലാക്കണം. ദൈവ സാന്നിധ്യത്തിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എപ്പോഴും നിങ്ങൾ ആ ഒരു ബോധ്യത്തിൽ വേണം ജീവിക്കാൻ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ ആ വേഴ്സ് ഒന്നുകൂടെ വായിക്കാം. എഫിഷ്യൻസ് 5:31-32. അതു നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ദിസ് ഈസ് എ ഗ്രേറ്റ് മിസ്റ്ററി. ഒരു ദേഹമായി തീരും. He becomes like one person with his wife. ഇതാണ് ക്രിസ്തുവും സഭയുമുള്ള ഒരു മിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അത് എത്താൻ പറ്റും. നിങ്ങൾക്ക് അവിടെ ആ പൊസിഷനിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ ഡീപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അത്രയും ആഴമായ ബന്ധത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഞാനൊരു ഇങ്ങനെ ഒരു സ്റ്റോറി വായിച്ചിട്ടുണ്ട്. സാധു സുന്ദർ സിംഗിനെ കുറിച്ചായിരുന്നു. അദ്ദേഹം UK അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിൽ പോയ സമയത്ത് അവിടെ ഒരു വീട്ടിൽ താമസിച്ചായിരുന്നു. അപ്പം അദ്ദേഹത്തെ കണ്ടിട്ട് അവിടുത്തെ ഒരു മോള് പറഞ്ഞ്, കുറച്ച് ദിവസം അവിടെ ആയിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് പോയി, ആ വീട്ടിൽ നിന്ന് പോയപ്പോൾ വീട്ടിൽ നിന്ന് പോയ ശേഷം മോള് അമ്മയോട് ചോദിക്കുകയാണ്, യേശു അവിടെ അദ്ദേഹത്തെ യേശുവിനെ വിളിച്ചു. യേശു എന്ത് ചെയ്യുന്നു ചോദിച്ചു. ജീസസ് എവിടെയാണ്? അപ്പോൾ സാധു സുന്ദർ സിംഗിനെ കണ്ടിട്ട് യേശു പോലെ ഫീൽ ചെയ്തു. അപ്പം നിങ്ങൾ എവിടെയാണോ, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ കാണുമ്പോൾ യേശുവിനെ കാണണം, ജനങ്ങളെ യേശുവിനെ കാണണം. അതാണ് പൗലോസ് പറഞ്ഞേ, ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ യേശുവിനെ അനുകരിക്കണം. ഗോസ്പൽസിൽ കാണുന്ന ജീസസിനെ നിങ്ങൾ അനുകരിക്കണം. നമ്മൾ യേശു സർമൺ ഓൺ ദ മൗണ്ടൻ പറയുന്നുണ്ട്, ഗിരി പ്രഭാഷണങ്ങൾ. അവിടെ ദൈവം പറയുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ശത്രുവിനെ സ്നേഹിക്കണം, അത് യേശുവിൻ്റെ ക്യാരക്ടറാണ്. അത് നിങ്ങളുടെ ലൈഫിൽ അത് അനുകരിക്കണം, ഇമിറ്റേറ്റ് ചെയ്യണം. അത് ശത്രുവിനെ സ്നേഹിക്കുന്നത്, ഡു നോട്ട് കമ്മിറ്റ് അഡൾട്ടറി. അപ്പോൾ ഇതൊക്കെ അവിടെ ഒരു എന്താണ്, അത് ദൈവത്തിൻ്റെ ക്യാരക്ടറാണ്, യേശുവിൻ്റെ ക്യാരക്ടറാണ് കാണിച്ചേക്കുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യണം. യേശുവിനെ ക്രൂശിക്കാൻ പോയപ്പോഴും, ക്രൂശിലേക്ക് കൊണ്ടുപോയപ്പോഴും യേശു അവരോട് ക്ഷമിക്കുമായിരുന്നു. അപ്പം ചോദിച്ച് വന്നവർക്ക് അപ്പം കൊടുത്തു. സൗഖ്യം ചോദിച്ച് വന്നവർക്ക് സൗഖ്യം കൊടുത്തു.
ഇത് യേശുവിൻ്റെ ക്യാരക്ടറാണ്. നിങ്ങളത് യേശുവിനെ ഇമിറ്റേറ്റ് ചെയ്യണം. നമുക്കൊരു വേഴ്സ് വായിക്കാം. നമ്മളിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് ഇത് നിങ്ങളുടെ ലൈഫിൽ എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, ദൈവമായിട്ടൊരു കൂടിച്ചേരുന്നത്, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ളൊരു അത്രയും ഡീപ്പർ റിലേഷൻഷിപ്പിൽ ജീവിക്കണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. കാരണം അത് ദൈവം തന്നെ വെച്ചേക്കുന്ന ഒരു ക്വാളിറ്റിയാണ്, നമുക്ക് മനുഷ്യർക്ക് വെച്ചേക്കുന്നതാണ്. എന്താണ് ആ ഒരു ഡീപ്പർ റിലേഷൻഷിപ്പിൽ, അതൊരു ദൈവം തന്നെ വെച്ചേക്കുന്നതാണ്. അത് ദൈവം തന്നെ നിങ്ങൾക്ക് വേണ്ടി അത് വെച്ചേക്കാണ്, ആ റിലേഷൻഷിപ്പിൽ ജീവിക്കുന്നത്. അത് നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു വേഴ്സ് വായിക്കാം. ജോൺ 6:28-29, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 28-29. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. What exactly does God want us to do? The people asked. Jesus answered, God wants us to have faith in the one He sent. ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. Faith in the one He sent. ഫെയ്ത്തിന് ഓരോ ലെവൽസ് ഉണ്ട് അല്ലേ? അപ്പം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാം. ദൈവത്തിൽ പൂർണ്ണമായി അതാണ് അവിടെ ദൈവം എന്താണ്, വാട്ട് എക്സാക്ട്ലി ഡസ് ഗോഡ് വാണ്ട് us to do? ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ എന്താണെന്ന് വെച്ചാൽ അതാണല്ലോ ഈ എബ്രായറിലും പറഞ്ഞത്. ദൈവത്തിന് അരികിലും ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് ദൈവം പറഞ്ഞു. എബ്രായർ ലേഖനം 15-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വാസം, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ഇത് നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഗ്രോ ചെയ്യും നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. ഇത് ഓരോ ദിവസവും കഴിയുന്നതനുസരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡീപ്പർ ആവുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. വിശ്വാസം എങ്ങനെയാണ് സംഭവിക്കുന്നത്? കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും ഉണ്ടാവുന്നു. അത് റോമറിൻ്റെ എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവവചനത്താലും. നിങ്ങൾ ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലിൽ നമുക്ക് ഇവിടുത്തെ മെസ്സേജസ് ഉണ്ടാവും, പാസ്റ്റർ സൺഡേയിലെ മെസ്സേജസ് ഉണ്ട്. നിങ്ങളത് റിപ്പീറ്റഡ് കേൾക്കണം. ഞാൻ ചില മെസ്സേജസൊക്കെ ഒരു 10, 15, 20 പ്രാവശ്യമൊക്കെ കേൾക്കാറുണ്ട്. വിശ്വാസം വർദ്ധിക്കണം. നമ്മൾ കേൾക്കുന്നതനുസരിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. നിങ്ങളത് കേൾക്കണം. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ വർദ്ധിക്കണം. നിങ്ങൾ ജീവിക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ നിങ്ങളുടെ ദൈവവചനം ഡെയിലി കേൾക്കണം. എത്രമാത്രം നിങ്ങൾ കേൾക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ സൺഡേ മെസ്സേജസ് ഉണ്ട്, ഈവനിങ് പ്രയറിൻ്റെ മെസ്സേജസ് ഉണ്ട്, വിശ്വാസത്തെക്കുറിച്ച് പാസ്റ്റങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഇവിടെ പല പ്രീച്ചേഴ്സ് ഇവിടെ പ്രസംഗിക്കാറുണ്ട്. ആഷ്ലി ഉണ്ട്, നിതിൻ ചേട്ടനുണ്ട്, ജോയ് അങ്കിൾ, ഇവർ പലരും മെസ്സേജസ് പറയാറുണ്ട്. വിശ്വാസത്തെക്കുറിച്ച് പല ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഡെയിലി ഒരു പ്രാവശ്യം കേൾക്കുന്നത് മാത്രമല്ല, അത് റിപ്പീറ്റഡായി കേൾക്കണം. റിപ്പീറ്റഡ് കേൾക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ഞാൻ ഭയങ്കര സിമ്പിൾ എക്സാമ്പിളാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളോട് നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ കുറിച്ചോ, നിങ്ങളുടെ കൂട്ടുകാരിയെക്കുറിച്ചോ, നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കണ്ടിന്യൂസ് ആയിട്ട് അവരെക്കുറിച്ച് ഒരു മോശമായ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് വെച്ചു. ഒരു 10 ദിവസം 12 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ മോശമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ആ വ്യക്തി മോശമാണെന്നൊരു ചിത്രം നിങ്ങൾക്ക് വരും. നിങ്ങളും ആ കണ്ണിലൂടെ ആയിരിക്കും കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ച് നല്ലത് തന്നെ നിങ്ങളോട് റിപ്പീറ്റഡ് പറയുവാണെങ്കിൽ നിങ്ങളും ആ വ്യക്തിനെ നല്ല രീതിയിൽ കാണും.
അതാണ് ദൈവം പറഞ്ഞത്. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവവചനത്താലും ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിലുണ്ടാവുന്ന വിശ്വാസം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവചനം കേൾക്കണം. അത് റിപ്പീറ്റഡ് ആയിട്ട്. ഇപ്പം ഞാൻ പേഴ്സണലി ചില മെസ്സേജസ് ഒരു 10-15 പ്രാവശ്യമൊക്കെ കേൾക്കും. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് കേൾക്കുമ്പോൾ നമ്മുടെ ആ വിശ്വാസം, നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളത് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണം. ദൈവവചനം കേൾക്കണം. എത്ര മടുപ്പ് തോന്നുന്നു അറിഞ്ഞാലും ദൈവവചനം കേൾക്കണം. ആ വചനം, ആ വിത്താകുന്ന വചനം നമ്മുടെ ഉള്ളിൽ വന്ന് വീണ് നമ്മുടെ ഹൃദയത്തിൽ വീഴുമ്പോഴാണ് അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നത്. 30, 60, 100 മേനിയായിട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നത്. ആ 100 മേനി റിസൾട്ട് ഉണ്ടാവണം. 100 മേനി റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് ദൈവമായിട്ടുള്ള ഒരു കൂടിച്ചേർവ്, അല്ലെങ്കിൽ ആ യൂണിയൻ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് വിശ്വസിക്കുക. God wants us to have faith in the one He sent. ദൈവത്തിൽ വിശ്വാസം, ദൈവത്തിൽ വിശ്വസിക്കുക. ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനുള്ള വിഷയം ഇതാണ്. നമ്മൾ ഏതവസ്ഥയായിക്കോട്ടെ, ഞാൻ 3 രീതിയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തു. എവിടെയാണെങ്കിലും നമ്മൾ ഇപ്പോൾ റിലേഷൻഷിപ്പിലാവാം, ദൈവമായിട്ടുള്ളൊരു ബിലീവർ ആവാം, എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ വളരണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അത് നിങ്ങൾ പൂർണ്ണമായി ജസ്റ്റ് ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ആ ദൈവമായിട്ടുള്ള ഡീപ്പർ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി സ്ത്രീയോട് ചേർന്ന് ഒരു ശരീരമാകുന്ന പോലെ, ഹസ്ബൻഡ് വൈഫ് ഒരു ശരീരമാകുന്ന പോലെ വേണം നിങ്ങളും ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വരാൻ. അങ്ങനെ ഒരു ഡീപ്പർ റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ കണ്ണുകളും ഈ സമയം അടഞ്ഞിരിക്കട്ടെ. പ്രിയാഗിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തെ, ആ യേശുവിനെ വിശ്വസിക്കുവാൻ, ആ യേശുവിനെ കൂടുതൽ അറിയുവാൻ ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് കരങ്ങളിലേക്ക് ഇന്ന് സമർപ്പിക്കാമോ? ഈ രാത്രി നിങ്ങൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകട്ടെ, നിങ്ങൾ ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോകട്ടെ, എത്ര ദുഃഖത്തിലൂടെ നിങ്ങൾ കടന്നു പോകട്ടെ, ആ പ്രശ്നങ്ങളുടെയും ദുഃഖത്തിനും നടുവിലും ആ യേശുവിനെ ഒന്ന് വിശ്വസിക്കുവാൻ, ആ യേശുവിനെ ഒന്ന് അറിയുവാൻ ഇന്ന് ഈ രാത്രി നിങ്ങളെ തന്നെ ഒന്ന് ആ കരങ്ങളിലേക്ക്, പരിശുദ്ധാവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ടെ. ആ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ആ യേശുവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങളെ പരിചരിക്കുവാൻ, നിങ്ങളെ സ്നേഹിക്കുവാൻ ആ യേശു നിങ്ങളുടെ കൂടെ ഈ രാത്രി സമയം ഏത് സമയത്തും കടന്നു വരുവാൻ യേശു തയ്യാറാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും, നിങ്ങൾ ഏത് അവസ്ഥയിലാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല, പക്ഷേ അത് അറിയുന്നൊരു ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ വലിയൊരു പ്രശ്നത്തിലായിരിക്കാം, ആരോട് പോലും പറയുവാൻ പറ്റാത്ത ഏതെങ്കിലും ദുഃഖത്തിലായിരിക്കാം, ഏതെങ്കിലും രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നവരായിരിക്കാം. അതിൻ്റെ നടുവിൽ ആ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശു നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെന്ന് രാത്രി വിശ്വസിച്ചാട്ടെ. ആ വിടുതൽ നിങ്ങൾ ഏറ്റെടുത്താട്ടെ, ആ സൗഖ്യം നിങ്ങൾ ഏറ്റെടുത്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഒന്ന് കെട്ടിപ്പുണരുവാൻ വേണ്ടി, നിങ്ങളൊന്ന് സാന്ത്വനിപ്പിക്കുവാൻ യേശു ഒന്ന് കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഏത് അവസ്ഥയിലായിക്കോട്ടെ, നിങ്ങൾ ഭവനത്തിലായിക്കോട്ടെ, നിങ്ങൾ കാറിലായിരിക്കും, എവിടെയും ആയിക്കോട്ടെ, പക്ഷെ ആ നിങ്ങളുടെ അടുത്തേക്ക് ആ യേശു, സർവശക്തനായ യേശു, കർത്താവെ എല്ലാവരും സ്നേഹിക്കുന്നൊരു യേശു നിങ്ങളുടെ കൂടെയോട് കടന്നു വന്നിട്ടുണ്ട്. ആമേൻ. ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞാട്ടെ, ആ
ആ യേശുവിനെ ഇന്ന് വിശ്വസിച്ചാട്ടെ. താങ്ക് യു ജീസസ്. കർത്താവേ നന്ദി അപ്പ, നീ ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്നതിനായി നന്ദി. കർത്താവ് ഈ സമയം ഞങ്ങൾക്ക് മേൽ കർത്താവെ അങ്ങയച്ച എല്ലാ വിടുതലുകൾക്കായും കർത്താവെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. കർത്താവ് ഇനിയും കർത്താവെ വിശ്വസിക്കുവാൻ, അങ്ങേ അറിയുവാൻ, അങ്ങനെ റിലേഷൻഷിപ്പിലേക്ക് കൂടുതൽ കടന്നു വരുവാൻ അപ്പ നീ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി അപ്പ. ഈ സമയം പരിശുദ്ധാത്മാവ് കർത്താവെ ഞങ്ങളുടെ മേൽ നിറച്ചതിനായി നന്ദി കർത്താവെ. ഇന്ന് രാത്രി സമയം കർത്താവെ അഖിലിലൂടെ സംസാരിച്ച ഈ വചനത്തിലൂടെ കർത്താവെ ഉള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷവും എല്ലാം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ലോർഡ്. ഇമിറ്റേറ്റേഴ്സ്, ക്രിസ്തുവിനെ അനുകരിക്കുക. നിങ്ങൾ ഗോസ്പൽസിൽ കാണുന്ന ക്രിസ്തുവിനെ അനുകരിക്കുക. ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. പിശാച് ഏറ്റവും കൂടുതൽ പേടിച്ചത് എന്താണെന്നറിയോ? പാപം മോചിക്കുന്നു, ഇല്ലെങ്കിൽ റിസറക്ഷൻ, അതിനേക്കാളും പിശാചിനെ പേടിക്കുന്നതെന്നറിയോ? യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റുണ്ട്. പിന്നെ യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും അവർ യേശുവിനെ പോലാവും. ആ ഒരു പ്രിവിലേജാണ് ദൈവം നമുക്ക് തന്നേക്കുന്നത്. ക്രിസ്തുവിനെ പോലെ ആവാൻ ഒരു പ്രിവിലേജ്. അതാണ് പിശാചിനുള്ള ഏറ്റവും വലിയ പേടി. നിങ്ങൾ സമ്പാദിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ എഡ്യൂക്കേഷൻ നേടുന്നതോ, നിങ്ങൾ വീട് വെക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി മേടിക്കുന്നതോ ഒന്നുമല്ല പിശാചിനെ പേടിയൊന്നുമില്ല. അത് കോമൺ ആൾക്കാരും ചെയ്തതാണ്. അതൊന്നുമല്ല പിശാചിന്. നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നതാണ് പിശാചിന് ഏറ്റവും വലിയ പേടി. അപ്പോൾ നിങ്ങളത് ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ നിങ്ങൾ അതിനുവേണ്ടി ഒരു നിമിഷം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് അഡിക്ഷൻസ് ഉണ്ടാവാം, നിങ്ങൾക്ക് വീക്ക്നെസ്സസ് ഉണ്ട്. ആ വീക്ക്നെസ്സസ് അറിയുന്ന ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. എബ്രായരിൽ പറയുന്നുണ്ട്, ആ വീക്ക്നെസ്സസ് ഉള്ളപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാൻ നിങ്ങൾക്ക് കൃപയുണ്ട്. ഹി നോസ് യുവർ വീക്ക്നെസ്സസ്. പക്ഷെ നിങ്ങൾ പാപത്തെ മാത്രം നോക്കി ജീവിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ പറ്റില്ല. അതുകൊണ്ടാണ് എബ്രായരിൽ പറയുന്നത്, ലുക്ക് അൺ ടു ജീസസ് who is your author and the finisher of your faith. നിങ്ങൾ ക്രിസ്തുവിനെ നോക്കുവാണെങ്കിൽ ഈ പാപമെല്ലാം പോകും, നിങ്ങളുടെ അഡിക്ഷൻസ് മാറും, നിങ്ങളുടെ ക്യാരക്ടർ മോൾഡ് ആവും. അപ്പം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം, ക്രിസ്തുവിനെ നമുക്ക് അനുകരിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഞങ്ങളുടെ കുറവുകളിലും കുറ്റങ്ങളിലും കർത്താവേ നീ ഞങ്ങളെ കണ്ട് കർത്താവേ ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും നോക്കാതെ ഞങ്ങളെ സ്നേഹിച്ച ദൈവമാ കർത്താവേ, ഞങ്ങളുടെ പാപത്തെ വെറുത്ത് പാപിയായ ഞങ്ങളെ സ്നേഹിച്ച ദൈവമാ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് കർത്താവെ അങ്ങയുടെ ആ ദിവ്യ സ്വഭാവം കർത്താവെ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കർത്താവെ ജീവിക്കുമ്പോൾ കർത്താവെ നന്മയോടുകൂടി ജീവിക്കുന്ന കർത്താവ് അങ്ങയുടെ സ്വഭാവം കർത്താവെ, ശത്രുക്കളെ സ്നേഹിക്കുന്ന കർത്താവെ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, സകല നന്മകളും സകല നല്ല ഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന അങ്ങേ ഇമിറ്റേറ്റ് ചെയ്യുവാൻ കർത്താവ് നീ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഓരോ ദിവസവും കർത്താവിൻ്റെ സ്നേഹത്തോട് ചേർന്നിരിക്കുവാനും കർത്താവ് ഞങ്ങളെ നോക്കുന്നവർ കർത്താവ് അങ്ങയെ കാണുവാനും ഞങ്ങൾ മറഞ്ഞിരിക്കുവാനും കർത്താവെ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഞങ്ങളിലുള്ള ക്രിസ്തു വളരട്ടെ കർത്താവെ, ഞങ്ങളിലുള്ള കർത്താവ് യേശുവിൻ്റെ സ്നേഹം വളരട്ടെ കർത്താവെ. കർത്താവ് ഈ ദിവസങ്ങളിൽ അനേകരെ കർത്താവ് അങ്ങയുടെ സ്നേഹത്താൽ കർത്താവെ ഞങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ വസിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി അധികമായി ഈ സീസണിൽ ഞങ്ങൾക്ക് വേണം കർത്താവെ. ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ ആരും പെർഫെക്റ്റ് അല്ല കർത്താവെ, എങ്കിലും അങ്ങയുടെ കൃപയും അങ്ങയുടെ കർത്താവ് സുവിശേഷത്തിൻ്റെ ശക്തിയും അനുസരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, ഞങ്ങളെ ശക്തരാക്കുന്നതിനായി നന്ദി, ഞങ്ങളുടെ ബലഹീനതകളിൽ കർത്താവ് അങ്ങയുടെ കർത്താവ് കൃപ തികഞ്ഞു വരുന്നതിനായി നന്ദി കർത്താവെ. അതിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. എല്ലാം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാനൊരു ലാസ്റ്റ് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ നിർത്താം.
നമ്മൾ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ക്രിസ്തു നമ്മുടെ മണവാളനാണ്, അല്ലെങ്കിൽ സഭ മണവാട്ടിയായിട്ടാണ് കാണിച്ചേക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണ്. ആസ് എ മാൻ, അല്ലെങ്കിൽ ഒരു പുരുഷനായതുകൊണ്ട് എനിക്ക് ഈ ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ ഒരു മണവാളനായിട്ട് കാണാൻ എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നിൽക്കത്തില്ല. അത് എങ്ങനെയാണ് എൻ്റെ ഒരു ലവർ ആവുന്നത്, എൻ്റെ ഒരു മണവാളനാകുന്നത് എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരു മനുഷ്യൻ്റെ ചിന്തയാണത്, മനസ്സിലാകുന്നില്ല. ഞാൻ പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ചായിരുന്നു. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇതെങ്ങനെ സാധിക്കും? ഹാനോക്ക്, അബ്രഹാം, മോശ, ഇവരൊക്കെ ദൈവത്തിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. മോശയൊക്കെ 40 ദിവസം 40 രാവും രാത്രിയും ദൈവത്തിൻ്റെ കൂടെയായിരുന്നു. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? എനിക്കൊരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ, എനിക്ക് 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് മടുപ്പ് വരുന്നു. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് മടുപ്പ് വരുന്നു. ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാം, അത്ഭുതം എന്ന് വെച്ചാൽ ദൈവം എന്നെ തൊട്ടു. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് ഏത് സമയത്തും നമ്മളെ തൊടും. നിങ്ങളതിന് മനസ്സ് കാണിച്ചാൽ മാത്രം മതി. ദൈവം എന്നെ തൊട്ടു. അത് എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല. ദൈവത്തിൻ്റെ സ്നേഹം, എന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ കൂടുതൽ ബൈബിൾ വായിച്ചുകൊണ്ടൊന്നുമല്ല. ദൈവം എന്നോട് കാണിച്ച സ്നേഹമാണ്, ദൈവം എന്നോട് കാണിച്ച കൃപയാണ്. ദൈവം എന്നെ തൊട്ടു. ഞാൻ പറയട്ടെ, അടുത്ത നിമിഷം മുതൽ എനിക്ക് എൻ്റെ ക്രിസ്തുവിനെ എൻ്റെ മണവാളനായിട്ട് കാണാൻ, എൻ്റെ ലവറായിട്ട് കാണാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് എനിക്ക് ഒരു പ്രശ്നമില്ല. എൻ്റെ മാനസിക ബുദ്ധിയിലല്ല, എനിക്ക് ദൈവം തന്ന അണ്ടർസ്റ്റാൻഡിങ്ങിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റും. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് മാറി. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. എനിക്ക് സംഭവിച്ചെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് മാറ്റം ഉണ്ടാവും. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഞാൻ പറഞ്ഞല്ലോ, ബിലീവ് ഫെയ്ത്ത് ഇൻ ദ വൺ ഹി സെൻഡ്. ബൈ ബിലീവിങ് ഇൻ ഹിം എല്ലാം മാറ്റം ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ലൈഫിൽ അത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. എൻ്റെ ലൈഫിൽ വലിയൊരു എൻകൗണ്ടർ ആയിരുന്നു അത്. അത് കഴിഞ്ഞ് എനിക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു മടിയല്ല, എനിക്കൊരു മടുപ്പല്ല. ഞാൻ എൻജോയ് ചെയ്യുവാണ് ഓരോ നിമിഷവും. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവത്തിൽ വിശ്വസിക്കാം. നിങ്ങൾ അതിനു വേണ്ടി കഠിനാധ്വാനമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കം ആൻഡ് ബി റെസ്റ്റ് ഇൻ ഹിസ് പ്രസൻസ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ പ്രസൻസിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യുക. ഗോഡ് ഹീസ് ഡെലിവറിങ് യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ ദൈവമേ, ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ കാണുന്ന ഓരോ ദൈവമക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യേശു പറഞ്ഞിട്ടുണ്ട്, ഞാനും പിതാവ് ഒന്നായിരിക്കുന്ന പോലെ ദൈവമേ ഇവരൊന്നായിരിക്കണം. അതുപോലെ തന്നെ ദൈവമേ, ഞങ്ങൾ കാണുന്ന ഓരോ കുഞ്ഞുങ്ങളും ദൈവമേ അങ്ങുമായിട്ട് ഒന്നായി തീരുവാൻ ഇവരാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, അവരുടെ ലൈഫിൽ ദൈവമേ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ ഒരു ഡീപ്പ് മിസ്റ്ററിയാണ് ദൈവമേ. ഞങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ കഴിവിനെ അത് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ദൈവമായിട്ടുള്ള കൂടിച്ചേർന്നത് ദൈവമേ ഒരു വലിയൊരു മിസ്റ്ററി ഞങ്ങളുടെ ലൈഫിൽ എൻകൗണ്ടർ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഞങ്ങൾ കാണുന്ന ഓരോ ദൈവമക്കളുടെ ലൈഫിലും ദൈവമേ അതൊരു എൻകൗണ്ടർ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, അത് അവരുടെ കഴിവുകൊണ്ടോ അവരുടെ മിടുക്കല്ല, ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഡിസ്പ്ലേ ആണ്, അങ്ങയുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണെന്ന് അത് മനസ്സിലാക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ലവ് ഓഫ് ക്രൈസ്റ്റ്. ദൈവം അത് ഞങ്ങളുടെ ലൈഫ്, ഞങ്ങളെ കാണുന്ന ഓരോ കുഞ്ഞുങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പം അവരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പം ദൈവമായിട്ടുള്ള ഒരു ഡീപ്പർ റിലേഷൻഷിപ്പ്, ദൈവമായിട്ടുള്ള ഒരു യൂണിയൻ വിത്ത് ഗോഡ്, യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ലെറ്റ് ഇറ്റ് ഹാപ്പൻ റൈറ്റ് നൗ ലോർഡ്. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ചിന്തകളും, എല്ലാ മൈൻഡ് സെറ്റുകളും യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ഔട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. ലെറ്റ് ഇറ്റ് ഹാപ്പൻ റൈറ്റ് നൗ Lord, let it be a blessing to them, Father Lord. Them ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. Them with every blessings of the heaven, Lord. Every spiritual blessings, every financial blessing, every prosperity, let it happen. ഇവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും മെറ്റീരിയൽ ആയിട്ടും എല്ലാ രീതിയിലുള്ള ബ്ലെസ്സിങ്സ്, ഫിസിക്കലായിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സ് ഇവരുടെ ലൈഫിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലെറ്റ് ഇറ്റ് ഹാപ്പൻ റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം, ഫാദർ.
സ്വർഗത്തിലെ എല്ലാ അനുഭവങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം ലെറ്റ് ദ ഹെവൻ കം അപ്പോൺ ദം ഫോർ ദ ലോർഡ്. സ്വർഗം അവരുടെ ഉള്ളിൽ വസിക്കണ്ടപ്പം ദൈവം അങ്ങനെ ചെയ്യുന്നതിനെ നന്ദി. അങ്ങ് വലിയ ഡെലിവറൻസ് കൊണ്ടുവരുന്ന നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം ദൈവവചനം കേട്ട നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ദൈവവചനം കേൾക്കുക. നിങ്ങളുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ. അത് ഡെയിലി നിങ്ങൾ ദൈവവചനം കേൾക്കണം. വിശ്വാസം വചനത്താലും കേൾവിയാലും കേൾവി ദൈവവചനത്താലും ഉണ്ടാകുന്നു. നിങ്ങൾ ചില മെസ്സേജ് റിപ്പീറ്റായിട്ട് കേൾക്കണമെന്നോ ദൈവം നിങ്ങൾ ആഗ്രഹം തരുവാണെങ്കിൽ അത് കേൾക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം കാണുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു. ബൈ. ഗുഡ് നൈറ്റ്.